ാണ് കറന്റ് വയനാട് യുണൈറ്റഡ്. കാര്യം അവർക്കറിയാം ഈ ഒരു ഹീറ്റഡ് സിറ്റുവേഷനിൽ ആ ഒരു പൂജ്യം സമനിലയിലാണ്. ആൻഡ് രണ്ടാം പകുതിയിലേക്ക് വരുമ്പോൾ മികവുറ്റ ഗോളുകൾ കാണാമെന്ന ശുഭ പ്രതീക്ഷയിൽ വിന്റർ കേരളയുടെ ടച്ചോട് കൂടിയാണ് മത്സരത്തിന് തുടക്കമാകുന്നത്. എനിവേ കമന്ററി ബോക്സിൽ ഞാൻ ശ്രീനാഥ് കഴിഞ്ഞ നിമിഷത്തെ ആ ഒരു ചാലഞ്ച് അതാണ്. ആൻഡ് വീണ്ടും അവിടെ കേരള യുണൈറ്റഡ് FC മുന്നിലേക്ക് കടക്കാനുള്ളൊരു ശ്രമം. ടച്ച് ലൈൻ കഴിഞ്ഞ് പന്ത് വീണ്ടും റഫറീസിന്റെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ കേരള ഫുട്ബോൾ അസോസിയേഷൻ കാര്യമായ രീതിയിലുള്ള വിട്ടുവീഴ്ചകളൊന്നും ഈ അടുത്ത വർഷങ്ങളിലായി ചെയ്തിട്ടില്ല. ആൻഡ് ഓഫ് കോഴ്സ് അതുകൊണ്ട് തന്നെയാണ് ഈ മത്സരങ്ങളുടെ ഒക്കെ തന്നെയും ക്വാളിറ്റി അതുപോലെ തന്നെ നിലനിൽക്കുന്നത്. സൂപ്പർ ലീഗ് കേരളയിൽ അത്യാവശ്യം ഡീസന്റ് പെർഫോമൻസ് മുഹമ്മദ് അമീന്റെ ഭാഗത്തുനിന്ന് നമ്മൾ കണ്ടിരുന്നു. ഒരു ക്ലിയറൻസ് മിസ്റ്റേക്ക് ഉണ്ട് കാര്യമായി തന്നെ. പക്ഷെ ഇത്തവണ ബ്ലാസ്റ്റേഴ്സും ഗോകുലം കേരളയും തമ്മിലുള്ള മത്സരത്തിൽ ഓൾമോസ്റ്റ് ആ ഒരു ഒന്നാം പകുതി അത്യാവശ്യം നല്ല വിരസമായി തന്നെ പതുക്കെ പോയ ഒന്നാം പകുതിക്ക് ശേഷം അത്യാവശ്യം നല്ല എനർജറ്റിക് ആയി തന്നെയാണ് രണ്ടാം പകുതി കാണപ്പെട്ടത്. ഉണ്ടായിരുന്നില്ല. സോ അതുകൊണ്ട് തന്നെ അത് ക്യാപിറ്റലൈസ് ചെയ്യാൻ സാധിക്കാതെ പോയി. വയനാട് യുണൈറ്റഡ് വിത്ത് റിക്കവറി സെൻട്രൽ സർക്കിളിൽ തൊട്ടരികിലേക്ക് മനോഹരമായ ഒരു ടച്ചിലൂടെ പന്തുമായി മുന്നിലേക്ക് പോകാനുള്ള ശ്രമം. പക്ഷെ ഫസ്റ്റ് സെക്കൻഡ് ഹാഫ് ഒന്നാം പകുതിയിലെ വാശിയേറിയ മത്സരത്തിന് ശേഷം രണ്ടാം പകുതിയിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി എനർജറ്റിക് ആയി ഗോവൻ ഫുട്ബോൾ അസോസിയേഷനിലാണ് ഗോവൻ സ്റ്റേറ്റ് ലീഗിൽ 100-നടുത്ത് മത്സരങ്ങൾ ഇതിനു മുൻപ് ഇന്ത്യയിൽ നടത്തപ്പെട്ടിരുന്നത്. വീണ്ടും പിൻനിരയിലേക്ക് പോകുന്നു. വിങ്ങിലൂടെ വിവാനിലേക്ക് എത്തിച്ച പന്ത് മുന്നിലേക്ക് മറിച്ചു നൽകാനുള്ള നീക്കം. വീണ്ടും വിവാൻ മനോഹരമായ ഒരു ത്രൂ പാസ് മുന്നിലേക്ക് നീട്ടി നൽകി. പക്ഷേ ആ ഒരു ത്രൂ പാസിന്റെ വേഗത കൂടുതലായത് കൊണ്ട് തന്നെ അജിസലിന് ആ ഒരു പന്തിന് പക്ഷെ വീണ് കിട്ടിയ ഒരു ചെറിയൊരു ആക്രമണത്തിനുള്ള പഴുത് പോലും ഇന്റർ കേരളയുടെ മികച്ച യുവ പ്രതിരോധ നിര അടച്ചു വെക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. മത്സരം ഏതാണ്ട് ആദ്യ നിമിഷങ്ങളിൽ രണ്ട് ടീമുകൾക്കും വ്യക്തമായൊരു ആധിപത്യം ഉറപ്പിക്കാൻ സാവിയോ വീണ്ടും സാവിയോ അത് പുറകിലേക്ക് നൽകുന്നു. ടെൻഷൻ ബാക്ക് വിത്ത് ടെൻഷൻ അഗൈൻ. മികച്ചൊരു അവസരമാണ് എന്തായാലും ഇന്റർ കേരളയെ സംബന്ധിച്ചിടത്തോളം. അവർക്ക് മായി പോകുന്ന ലോങ് കിക്കുകളാണ് നമ്മൾ ഈ മത്സരത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. 24-ാം നമ്പർ ജേഴ്സി അണിഞ്ഞ് മനോഹരമായിട്ടുള്ള പ്രകടനം തേജം അവിടെ ഇന്റർ കേരള FC വേണ്ടി കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ബ്ലാസ്റ്റേഴ്സ് എന്താണോ ചെയ്യുന്നത് അത് തന്നെ ആ ഒരു ത്രോയിൻ എടുക്കാൻ തയ്യാറെടുക്കുന്നു. ലോങ് ത്രോയിൻ നേരെ ബോക്സിലേക്ക് വരുന്നു. പക്ഷേ ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധ വാളിൽ തട്ടി അത് പിന്നിലേക്ക് പോകുന്നു. ലക്ഷ്യം ബിൽഡിംഗ് ഫ്രം ബിഹൈൻഡ്. രണ്ട് ടീമുകളും പിന്നിൽ നിന്നും മത്സരം നെയ്തെടുക്കുവാനാണ് ശ്രമിക്കുന്നത്. വളരെ അച്ചടക്കത്തോടു കൂടി തന്നെ തിടുക്കപ്പെടലുകൾക്ക് നിഷ്ഫലമായി പോകുന്ന കാഴ്ച നമ്മൾ കാണുന്നു. വീണ്ടും അത് ഇന്റർ കേരളയ്ക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഫ്രീ കിക്കായി വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇന്റർ കേരളയുടെ താരങ്ങൾ മത്സരത്തിന്റെ ജാതകം തന്നെ തിരുത്തി എഴുതും. മത്സരം സമനിലയിൽ നിൽക്കുന്നു. ഈ ഒരു കിക്കിൽ അബ്ദുള്ളക്ക് സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ കഴിഞ്ഞാൽ ഈ ഒരു മത്സരം തന്റെ പേരിലാക്കാൻ അബ്ദുള്ളക്ക് കഴിയും. ഈ ഒരു മത്സരത്തിന്റെ വിജയികളാകാൻ ഇന്റർ കേരളയ്ക്കും കഴിയും. മത്സരത്തിന്റെ അവസാന നിമിഷം വീണ്ടും കാർഡുകൾ തുടർച്ചയായിട്ട് പുറത്തെടുക്കുകയാണ് റഫറി. ഇതാ മറ്റൊരു ചുവപ്പ് കാർഡ് പുറത്തെടുക്കേണ്ട അവസ്ഥയിലേക്ക് വരുന്നു. മത്സരത്തിന്റെ ഡൈയിങ് മൊമെന്റിലേക്ക് വരുമ്പോൾ ഇന്റർ കേരളയുടെ കരുത്തനായ ഒരു താരത്തിന് കളിക്കളത്തിന് പുറത്തേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുകയാണ് അവരുടെ പ്രവർത്തനം. 55-ാം നമ്പർ ജേഴ്സി അണിഞ്ഞ് ഇതുവരെയും പ്രതിരോധത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ആദർശ് മത്സരത്തിന്റെ അവസാന നിമിഷം കളിക്കളത്തിന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ ഇനി ഒരു ശ്രമമാണ്. ഷെൻ മാർട്ടിൻ ഇടപെടുകയാണ്. അവിടുന്ന് നേരെ സഫാനിലേക്ക്, സഫാനിൽ നിന്ന് ആദർശ് വിയിലേക്ക്. കോട്ടയം സ്വദേശിയാണ് ആദർശ്. ആൻഡ് നിതിൻ്റെ ഒരു ഔട്ട്ഫുട്ട് പാസ്സാണ്. നല്ല രീതിയിലുള്ളൊരു പാസിംഗ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നു ഇന്റർ കേരള FC നിരയിൽ നിന്നും. ആദർശ് ആൻഡ് നിതിൻ അവിടെ നിന്ന് നേരെ ഖരണിലേക്കാണ് പന്തെത്തിച്ചേർന്നത്. സിക്കിം സ്വദേശിയാണ് കരൺ തമാങ്ങിൽ നിന്നും മാറ്റുകയാണ് നേരെ ഷെയ്നിലേക്ക്. ഷെയ്ൻ
ഷെയിൻ്റെ ലോങ് ബോൾ വരികയാണ് പീയൂഷിലേക്ക്. പീയൂഷിനും അത് റിസീവ് ചെയ്യാൻ സാധിക്കുന്നില്ല. അവിടുന്ന് നേരെ സഫാനിലേക്ക്. സഫാനിൽ നിന്നും ആദർശിലേക്ക്. ആൻഡ് ആദർശിൽ നിന്നും റിട്ടേൺ പാസ് നിതിനിലേക്ക്. പീയൂഷ് മൈതാനത്തിൻ്റെ മധ്യഭാഗത്ത്. പീയൂഷ് നല്ലൊരു പാസ്സാണ് ജേഴ്സി നമ്പർ 17 അഭിനവിന് നൽകിയത്. ആൻഡ് അഭിനവ് ഒരു ഷോട്ട് എടുക്കാം ഈ ഒരു അവസരത്തിൽ. അഭിനവ് ഓ നോക്കുക, എത്ര താരങ്ങളാണ്, 4 താരങ്ങൾ പെനാൽറ്റി ഏരിയയിൽ ഉള്ളിലുണ്ടായിട്ട് അഭിനവിന് ആ ഒരു ഷോട്ട് എടുക്കാൻ സാധിക്കുന്നു എന്നതാണ് പ്രത്യേകത എന്ന് പറയുന്നത്. നോക്കുക, അഭിനവിൻ്റെ മുന്നിൽ ഓൾറെഡി 3 കളിക്കാരുണ്ട്, ഇതും കൂടി 4ാമത്തെ കളിക്കാരനായി മാറി. എന്നിട്ടും അഭിനവ് ആ ഒരു ഷോട്ട് എടുത്തു എന്നത് ഇന്റർ കേരള FC സംബന്ധിച്ച് ഒരു നിരാശയാണ്. സോ ഡിഫൻസിൽ വീണ്ടും തിരികെ ഇന്റർ കേരളയുടെ പ്രതിരോധത്തിലേക്ക് പന്തുകൾ എത്തുന്നുണ്ട്. സഫാനിലേക്ക് തന്നെയാണ് വീണ്ടും പന്തുകൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. സഫാനിൽ നിന്നും പന്ത് എത്തുന്നത് പോലെ മനോഹരമായിട്ടുള്ള ചിത്രപ്പണികൾ നടത്തുന്നത്. തങ്ങളുടെ കൈവശം പന്തിനെ പിടിച്ചു വെക്കാനാണ് ടീമുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കൃത്യമായിട്ട് മുന്നേറ്റ നിരയിലേക്ക് എതിരാളികളുടെ ഗോൾ മുഖത്തിനെ തുളച്ചു കീറുന്ന ഒരു ആക്രമണം നെയ്തെടുക്കുവാൻ 2 ടീമുകൾക്കും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും ബോൾ പൊസിഷനിങ്ങും ബ്ലാസ്റ്റേഴ്സ് കൃത്യമായിട്ട് കാത്തു സൂക്ഷിക്കുന്നുണ്ട്. മനോഹരമായിട്ടുള്ള ഒരു ത്രൂ പാസ്, പക്ഷേ കൃത്യമായിട്ടുള്ള ഇടപെടലുമായിട്ട് ഒരു ഭീമാകാരനായിട്ടുള്ള പ്രതിരോധ നിര താരത്തിന്റെ പ്രകടനം അവിടെ ആദർശ് കാഴ്ചവെച്ചു. ആദർശിന്റെ മനോഹരമായിട്ടുള്ള സേവ്. നേരെ പന്ത് റിസീവ് ചെയ്തുകൊണ്ട് ഹെൻറി സ്റ്റാലിൻ, തമിഴ്നാട് സ്വദേശിയാണ്, SRM യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി കളിച്ച താരം കൂടിയാണ് ഹെൻറി സ്റ്റാലിൻ, ജേഴ്സി നമ്പർ 14. ആൻഡ് നല്ലൊരു ഓവർഹെഡ് ബോൾ വരികയാണ് പെനാൾട്ടി ആയിരിക്കില്ല അവിടെ. പക്ഷേ ഇത്തവണ ഗോൾ കീപ്പർ മുന്നിലോട്ട് കയറി വന്ന് അവിടെ നിന്നും ഹെൻറി സ്റ്റാലിനിലേക്ക് വരുന്നു. സഫാൻ തന്റെ കൈവശം വെച്ച പന്തിനെ തിരികെ നൽകുന്നു 23 നമ്പർ ജേഴ്സി അണിഞ്ഞ മാർട്ടനിലേക്ക്. മാർട്ടൻ പന്തിനെ സാവിയോ സുനിലേക്ക് നൽകുന്നു. സാവിയോ പന്തിനെ തിരിച്ചു നൽകുന്നുണ്ട്. പിന്നീട് അർത്ഥകഥയായി മാറുന്നുണ്ട്. വീണ്ടും ഇന്റർ കേരളയുടെ താരങ്ങൾ പിൻനിരയിൽ നിന്നും മത്സരത്തിനെ മെനഞ്ഞെടുക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരള പ്രീമിയർ ലീഗിന്റെ 8ാമത്തെ മത്സരത്തിലേക്ക് എത്തുമ്പോൾ ഇതുവരെയും 26 മിനിറ്റുകൾ പിന്നിട്ട ശേഷവും 2 ടീമുകൾക്കും വീണ്ടും പ്രതിരോധ നിരയിൽ സഫാനിലേക്ക് തന്നെയാണ് പന്തെത്തുന്നത്. സഫാൻ കൃത്യമായ ഒരു ഓപ്ഷന് വേണ്ടി നൽകി. മനോഹരമായ ഒരു ത്രൂ പാസ് മുന്നിലേക്ക് നൽകിയെങ്കിൽ പോലും ആ ത്രൂ പാസിന് ഒരു ലക്ഷ്യബോധമില്ലായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. വീണ്ടും അജുസലിലേക്ക് എത്തിയ പന്തിനെ തന്റെ കായിക കരുത്തു കൊണ്ട് പിടിച്ചടക്കിയിരിക്കുകയാണ് 55-ാം നമ്പർ. അപകടം വിതയ്ക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് 2 ടീമുകളും ബോൾ പൊസിഷന്റെ കാര്യത്തിൽ ആധിപത്യം പുലർത്തുക എന്നതാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പദ്ധതി എന്ന് വേണം കണക്കിലാക്കാൻ. വീണ്ടും മത്സരം സാവധാനം പുരോഗമിക്കുമ്പോൾ 2 ടീമും കൃത്യമായ തീരുമാനമാണ് ഇന്നത്തെ മുഖ്യ റഫറി ജസ്റ്റിൻ്റെ. ആൻഡ് ഫ്രീ കിക്ക് എടുക്കാനായി ആദർശ് വിജയ് വരികയാണ്. കോട്ടയം സ്വദേശിയാണ് ആദർശിൻ്റെ ഫ്രീ കിക്കാണ്. പെനാൾട്ടി ഏരിയയ്ക്കുള്ളിൽ കടത്താനുള്ള ശ്രമം. യെസ്, നല്ല ഒരു ഫ്രീ കിക്കാണ് അവിടെ. പക്ഷേ ഓക്കെ, ഇന്റർ കേരള പന്ത് മത്സരം റീസ്റ്റാർട്ട് ചെയ്ത് തങ്ങളുടെ കൈവശം വെച്ചിരിക്കുകയാണ്. ഭൂരിഭാഗം താരങ്ങളും ബ്ലാസ്റ്റേഴ്സിന്റെ പകുതിയിലാണ്. വീണ്ടും വിത്തൗട്ട് ദ ബോൾ ഒരു പുഷ് ബ്ലാസ്റ്റേഴ്സ് താരത്തിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. നേടിയ താരം കൂടിയാണ് രൂപം. 21ാമത്തെ മിനിറ്റിലും 14ാമത്തെ മിനിറ്റിലുമാണ് രൂപത്തിന് ഗോൾ കണ്ടെത്താൻ സാധിച്ചത്. രൂപത്തിൻ്റെ കോർണർ കിക്ക് വരികയാണ് അവിടെ പീയൂഷിലേക്ക്. ആകാശത്തിലേക്ക് ഉയർന്നു പോയ ഒരു ഷോട്ടായി അത് പരിണമിച്ചിരിക്കുന്നു. മത്സരം 26 മിനിറ്റുകൾ പിന്നിടുമ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സിനും ഇന്റർ കേരളയ്ക്കും ഇതുവരെയും ആ ഗോളുകൾ പിറക്കാത്ത ശൂന്യമായിട്ടുള്ള ഗോൾ വലയം ഭേദിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതൊരു പ്രതിരോധത്തിൽ നിന്നും പന്തിനെ പിടിച്ചെടുത്ത് തങ്ങളുടെ കാൽപരിധിയിൽ വെച്ചുകൊണ്ട് മനോഹരമായ സ്കിൽ സെറ്റിലൂടെ വിവാനിലേക്ക് പന്തുന്നുണ്ട്. വിവാൻ ഇന്റർ കേരളയുടെ താരങ്ങളെ മറികടന്നുകൊണ്ട് മുന്നേറ്റത്തിലേക്കുള്ള ശ്രമം. വിവാൻ ഒരു വശത്തുകൂടി പന്തുമായിട്ട് സൂപ്പർ ഫാസ്റ്റ് വേഗതയിൽ മുന്നേറിയപ്പോൾ
പ്രതിരോധത്തിൽ കണ്ണും കെട്ടി നോക്കിയിരിക്കാൻ തയ്യാറല്ലായിരുന്നു. ശ്രമത്തിലാണ് പ്രതീഷ്. ഗോവൻ ലീഗിൽ ചർച്ചിൽ ബ്രദേഴ്സ് എഫ്സിക്ക് വേണ്ടി കളിച്ച താരം കൂടിയാണ് പ്രതീഷ്. ആൻഡ് ക്ലിയറൻസ് ആണ് അവിടെ. ഷെമാർട്ടിൻ്റെ മൈനസാണ്. തങ്ങളുടെ പരിധിയിലേക്ക് കളി മാറ്റാനുള്ള ശ്രമത്തിലാണ് ഇന്റർ കേരള എഫ് സി. ആൻഡ് പ്രതീഷിൽ നിന്നും ആദർശ് വിജയിലേക്ക്. കോട്ടയം സ്വദേശിയാണ് ആദർശ്. അവിടെ നിന്ന് നേരെ കരൺ ധമാങ്ങിലേക്ക്. താരങ്ങൾ പന്തുമായി മുന്നിലേക്ക് പോകുന്നുണ്ട്. വീണ്ടും ബ്ലാസ്റ്റേഴ്സിന്റെ മനോഹരമായിട്ടുള്ള ഒരു ലോങ് ത്രോ. പക്ഷേ അത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു മുന്നേറ്റ നിര താരത്തിനെയും ലക്ഷ്യമാക്കി എത്തിക്കാൻ കൊടുത്തുവിട്ടയാൾക്ക് കഴിയുന്നില്ല. 23-ാം നമ്പർ ജേഴ്സി അണിഞ്ഞ 2 ഗോളിന് പറപ്പൂർ ഫുട്ബോൾ ക്ലബിന് ലീഡ് തുടരാൻ സാധിക്കുന്നു ഈ മത്സരത്തിൽ. ലോങ് കിക്കാണ്. ഹെഡർ ക്ലിയറൻസ് ചെയ്ത് അപകടം മാറ്റുകയാണ്. പോയി ഇന്റർ കേരളയ്ക്ക് അനുകൂലമായിട്ടുള്ള ഒരു കോർണർ കിക്കാണ്. ഈ ഒരു കോർണർ കിക്ക് നിലവിലെ സ്കോർ ശൂന്യത ശമിപ്പിക്കുമോ എന്ന് നമുക്ക് നോക്കാം. വളരെ അവിടെ പ്രതീക്ഷിക്കാവുന്ന തരത്തിൽ ഒരു പന്തിന്റെ കൈമാറ്റമാണ്. മർവാൻ, ചെറിയാൻ, മലാങ്ബ ഇവർക്കിടയിൽ മാത്രം അവിടെ ഒതുങ്ങി പോകുന്നുണ്ട്. ഇടയ്ക്ക് സുബാലിലേക്കും പന്തുകൾ എത്തുന്നുണ്ട്. അതുപോലെ തന്നെ കീറുന്ന ഒരു ആക്രമണം നെയ്തെടുക്കുവാൻ 2 ടീമുകൾക്കും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. മനോഹരമായിട്ടുള്ള കുറിയ പാസുകളുമായിട്ട് ഇന്റർ കേരള പതിയെ മത്സരത്തിന്റെ താളം പിടിച്ചെടുക്കുന്നതായിട്ട് ഇവിടെ പ്രതീതമാകുന്നുണ്ട്. തങ്ങളുടെ നിമിഷം സമ്മാനിച്ചത് സൽമാൻ ഫാരിസ് ആണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. ഒരാൽമൈനിനെ പോലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കരുത്തുറ്റ പ്രതിരോധത്തിനെ മുഴുവൻ ലഭ്യരാക്കിക്കൊണ്ട് കയറി വന്ന സൽമാൻ ഫാരിസിന് മുന്നിൽ കായികമായി കരുത്തുള്ള വിവാൻ വന്നപ്പോൾ സൽമാൻ ഫാരിസിന് ഒന്ന് നിസ്സഹായം കണ്ടെത്താൻ കഴിയാത്ത വിധം തങ്ങളിൽ മാത്രം പന്തിനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും സഫാനിലേക്ക് വന്നു നൽകുന്നു. സഫാൻ മറ്റൊരു സെന്റർ ബാക്കിലേക്ക് വന്നു നൽകുന്നു. സഫാൻ പന്തിനെ മറിച്ച് നൽകിയത് അവരുടെ ആദർശിലേക്കാണ്. ആദർശും സഫാനും ആ പന്തിനെ നിതിൻ വിൽസന്റെ ഒരു മൈനസ് പാസ് നമുക്ക് കാണാം. ഈ ഒരു അവസരത്തിൽ നേരെ ഡിങ്കലിലേക്കാണ് പന്തെത്തിച്ചേർന്നത്. പ്രതീഷിലേക്ക്. ആൻഡ് ആദർശിൻ്റെ ഒരു ഡയഗണൽ പാസ്സാണ്. നേരെ ഇവിടെ പീയൂഷ് ഉണ്ട്. പീയൂഷ് നല്ലൊരു ഔട്ട്ഫുട്ട് പാസ് ആൻഡ് ഒരു പവർഫുൾ ഷോട്ടാണ്. പക്ഷേ ബ്ലോക്ക് ചെയ്യപ്പെടുകയാണ് അവിടെ ആദർശ്. സൽമാനിലേക്ക്. സൽമാൻ പോരും. ഗതി വീണ്ടും ആർക്കും ഇല്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട്. 2ാം പകുതിയിൽ കൃത്യമായ ഒരു ആധിപത്യം പുലർത്തുവാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു പരിധി വരെ കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. കൃത്യമായ ഒരു പൊസിഷൻ ചെറിയ ഒരു ഫിസിക്കലി കുറച്ച് ചെറുതായതുകൊണ്ട് ആജാന ബാഹു പോലുള്ള ശരീരം മുതൽ ഈ ശാരീരികമായിട്ട് സൽമാൻ ഫാരിസ് മറ്റുള്ളവരെക്കാട്ടിൽ ചെറുതായിട്ട് തോന്നുന്നത് കൊണ്ട് ഷമ്മിന്റെ ഒരു മൈനസ് പാസും നേരെ പ്രതീഷിലേക്ക്. മത്സരം 39 മിനിറ്റ് പിന്നിടുന്നു. ഇപ്പോഴും ഒരു ഗോൾ അടിക്കാനുള്ള ശ്രമത്തിലാണ് ഇന്റർ കേരള എഫ് സി. ത്തിന്റെ ആവേശം നിറഞ്ഞ നിമിഷങ്ങൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. 66 മിനിറ്റുകൾ മത്സരം പിന്നിടുമ്പോൾ 2 ടീമുകളും ഓരോ ഗോളുകൾ വീതം അടിച്ച് സമനിലയിൽ നിൽക്കുമ്പോൾ ഈ ഒരു വിജയം ഇപ്പോഴും അപകടം മാറുന്നില്ല. തുടരെ ആക്രമണം അഴിച്ചുവിടാനുള്ള ശ്രമത്തിലാണ് ഇന്റർ കേരള എഫ് സി. നോക്കുക, വീണ്ടും പെനാൾട്ടി ഏരിയയ്ക്കുള്ളിൽ ബോൾ കടത്താനുള്ള ശ്രമമാണ് അവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഷെം മാർട്ടിൻ അവിടെ നേരെ ആദർശിലേക്ക്. ക്ലിയറൻസ് ആണ്. ശരിക്കും പറഞ്ഞാൽ രൂപത്തിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പാസ്സായിരുന്നു. പക്ഷേ അല്പം വ്യത്യാസത്തിൽ പന്ത് പുറകിലോട്ടാണ് പോയിരിക്കുന്നത്. ആൻഡ് ഇത്തവണ മുന്നേറാനുള്ള ശ്രമം ശ്രമമാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് രൂപത്തിലേക്ക് വലത് വിങ്ങിൽ കൂടി രൂപം. അവിടെ അഭിനവിനും പന്ത് നിയന്ത്രിച്ച് നിർത്താനാകുന്നില്ല. പന്ത് ടച്ച് ലൈൻ കഴിഞ്ഞു എന്ന സ്ഥിരീകരണം വന്നിരിക്കും. ആൻഡ് ടെൻഷൻ ഇടപെടുകയാണ്. അതോടൊപ്പം തന്നെ നല്ല പൊസിഷൻ ഗെയിം ഈ ഒരു അവസരത്തിൽ കാഴ്ചവെക്കുന്നുണ്ട് ഇന്റർ കേരള എഫ് സി. ആദ്യ പകുതിയിലെ ഒരുപാട് മിസ്റ്റേക്കുകളൊക്കെ തിരുത്തിയാണ് അവർ 2ാം പകുതിയിൽ മികച്ച രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്നതും ഇന്റർ കേരള എഫ് സി. 2 ഗോൾ കൺസീഡ് ചെയ്തെങ്കിലും 2ാം പകുതിയിൽ മികച്ച രീതിയിലുള്ള കളിയൊക്കെ ആസൂത്രണം ചെയ്യുന്നുണ്ട്. ആദ്യ പകുതിയിലാണ് അവർക്ക് 2 ഗോളും കൺസീഡ് ചെയ്യേണ്ടി വന്നത്. 14-ാമത്തെ മിനിറ്റ് നേരെ പീയൂഷിലേക്ക്. പീയൂഷ് ഓപ്പൺ ആയിരുന്നു. പീയൂഷിനെ സംബന്ധിച്ച് ഇതുപോലെയാണ് ഗോൾഡൻ ത്രെഡ്സിനെതിരെ ഒരു ഷോട്ട് എടുത്തതും പീയൂഷ്. അത് കൃത്യമായി വലയിൽ കയറിയെങ്കിലും ഇത് കൃത്യമായി വലയിൽ കയറിയിട്ടില്ല. പക്ഷേ പീയൂഷിനെ സംബന്ധിച്ച് വീണ് കിട്ടിയ അവസരമാണ്. നമുക്ക് ഫ്രീ ആയിരുന്നു. നല്ലൊരു പവർഫുൾ ഷോട്ട്, നല്ലൊരു തകർപ്പൻ ഷോട്ട് തന്നെയാണ് എടുത്തത്. നിമിഷങ്ങളിൽ കളി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഏത് നിമിഷവും ഫൈനൽ വിസിൽ വന്നേക്കാം.
ആൻഡ് ആദർശിൻ്റെ ലോങ് കിക്കാണ്. ഒരു ഫൗൾ കൂടി കൺസീഡ് ചെയ്യുന്നു പാറപ്പൂർ ഫുട്ബോൾ ക്ലബ്. അനാവശ്യമായി രൂപത്തിൻ്റെ കോർണർ കിക്ക്, ഒരു കാർവിംഗ് കോർണർ കിക്കാണ്. അവിടെ ക്ലിയറൻസ് ചെയ്ത് അപകടം മാറ്റുകയാണ് ആദർശ്. ആൻഡ് ജേക്കബ് ആൻഡ് ടെൻഷൻ നേരെ ആദർശിൻ്റെ ഡയഗണൽ പാസ്സാണ്. പന്ത് പിടിച്ചെടുത്തുകൊണ്ട് മുന്നേറാനുള്ള എല്ലാം ഞാനിലേക്ക്. അതിൻ്റെ ലോങ് ഡിസ്ട്രിബ്യൂഷനാണ് അവിടെ. ആൻഡ് ഇന്റർ കേരള FC ക്ലിയറൻസ് നമുക്ക് കാണാം. നേരെ പെനാൽറ്റി ഏരിയക്കുള്ളിൽ അവിടെ പ്രതീഷിൽ നിന്നും നേരെ ആദർശിലേക്ക്. അവിടെ നിന്ന് നേരെ നിധിൻ്റെ മുന്നേറ്റമാണ് കാണാൻ. ഹെൻറിയിൽ നിന്നും സഫാൻ ടു പ്രതീഷ് ആൻഡ് ആദർശിലേക്കാണ് പന്ത് എത്തിച്ചേർന്നത്. ആദർശ് നല്ല വിങ്ങിൽ മികച്ച രീതിയിലുള്ള കളി ആസൂത്രണം ചെയ്യുകയാണ് ടെൻഷൻ. അവിടെ നേരെ ആദർശിലേക്ക്. ആദർശിൻ്റെ ലോങ് ബോളാണ്. തവണ ഒരു ഹെഡർ ത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അവിടെ നേരെ ഗോൾ കീപ്പറിലേക്കാണ് പന്ത് എത്തിച്ചേർന്നത്. മൈനസ് ബോളാണ്. അത് അനായാസം തന്നെ തൻ്റെ സഹതാരത്തിലേക്ക് എത്തിച്ചുകൊണ്ട് പ്രതീഷ് വാങ്ങേണ്ട ഒരു, എനിക്ക് തോന്നുന്നു ഫ്രീ കിക്ക് ആയിരിക്കണം. ഇൻഡയറക്റ്റ് ഓഫ് സൈഡാണത്. ഓഫ് സൈഡ് ആയതുകൊണ്ടാണ് ഒരു ഫ്രീ കിക്കിലോട്ട് മാറിയതും. ടെൻഷനിലേക്കാണ് പന്ത്. സ്കോർലൈൻ സ്പോർട്സ് വഴി ഈ ഒരു മത്സരം തത്സമയം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആൻഡ് തുടക്ക നിമിഷത്തിൽ തന്നെ എന്തായാലും ഇന്റർ കേരളയുടെ കാലുകളിലേക്ക് വളരെ സേഫായി തന്നെ ടാക്ടിക്കലി ആൻഡ് ആദർശിലേക്കാണ് പന്ത് എത്തിച്ചേർന്നത്. സൽമാനിൽ നിന്നും ബിപിൻ ബാബു. അവിടെ നിന്ന് നേരെ ആദർശിലേക്കാണ് പന്ത് എത്തിച്ചേർന്നത്. ആദർശിൻ്റെ ലോങ് ബോളാണ്. മത്സരത്തിൻ്റെ അവസാന നിമിഷങ്ങളിലേക്കാണ് കളി. ഫ്രീ കിക്കാണ് നേരെ രൂപമിലേക്ക്. വളരെ ഫ്രീ ആയിട്ട് കളിക്കുന്ന താരമാണ് രൂപം. അവിടെ ഹെഡർ ചെയ്ത് അപകടം മാറ്റാനുള്ള ശ്രമത്തിലാണ് ജയിച്ച അമ്പർ. ായിരുന്നു പരാജയപ്പെട്ടത്. 2-1 പരാജയപ്പെട്ടത്. എൻ്റെ അവിടെ ഒരു ക്രോസ് വരികയാണ് ഷൈൻ്റെ. അതിനോടൊപ്പം തന്നെ കൃത്യമായ